കുഴപ്പമൊന്നുമില്ലല്ലോ പറ തന്നെ. അമ്മ വിളിച്ചോണ്ട് വന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു അമ്മ നമ്മളെ കണ്ട് വിളിച്ചോണ്ട് വന്നതാണ്. അതായത് അമ്മയ്ക്ക് ഒരു ഡാൻസ് കളിക്കണമെന്ന്. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമവാസിയായ ഒരു ചേട്ടനാണ്. ചേട്ടാ ഹായ് പറഞ്ഞോ ചേട്ടാ. അപ്പം ചേട്ടാ ഒരു കുഴപ്പമില്ല, ഡാൻസ് നിങ്ങൾ എടുത്ത് ഇട് എന്നാണ് പറയുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അമ്മ ഡാൻസ് കളിക്കാൻ റെഡി. നമ്മൾ അമ്മയുടെ പേരെന്തുവാ? ആ ലീല. ലീല അമ്മയാണ്. ഇങ്ങോട്ട് നീങ്ങി നിന്ന് കളിക്കാം. പാട്ട് ഏത് പാട്ട് വേണം? പഴയ പാട്ടറിയാം, ഞാൻ പറഞ്ഞു. പഴയ എന്താ കാട് കറുത്ത കാട്, അതാണ് അമ്മയുടെ കാലത്തുള്ള പാട്ടുകളാണ് അതൊക്കെ. കപ്പ വേണ്ടി കുട്ടി തെക്കു രണ്ടുപേർക്കും ചുട്ടു തിന്നാൻ പറ്റൂല. കേട്ടിട്ട് പോലില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ട്. മാലായി പിറക്കുതി കടവിലെ കപ്പ വേണ്ടി കട്ടുമാറി കപ്പലേറി പോകുതി കടവിലെ എൻ കുടുംബം മാലായി പിറക്കുതി കടവിലെ എൻ കുടുംബം മാലായി പിറക്കുതി കടവിലെ കപ്പ വേണ്ടി കുട്ടി തെക്കു രണ്ടുപേർക്കും ചുട്ടു തിന്നാൻ പറ്റൂല കടവിലെ എൻ കുടുംബം മാലായി പിറക്കുതി കടവിലെ കപ്പ വേണ്ടി കട്ടുമാറി കപ്പലേറി പോകുതി കടവിലെ കപ്പ വേണ്ടി കട്ടുമാറി കപ്പലേറി പോകുതി കടവിലെ കെട്ടനയ്ക്ക് കപ്പ വേണ്ടി കുട്ടി കേക്കു രണ്ടുപേർക്കും ചുട്ടു തിന്നാൻ പറ്റൂല്ല കടവിലെ എൻ കുടുംബം മാലായി സിനിമ പാട്ടമ്മ കടവിലെ കടവിലെ കടവിലെ. എന്തായാലും നമ്മുടെ കത്തിപ്പാറ ലീലാമ്മയുടെ ഒരു ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞാനും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ അമ്മ പാടി കളിച്ച പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ. വീണ്ടും അമ്മ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് അടുത്തൊരു ഡാൻസിന് റെഡി. പണ്ടത്തെ ഒരു കലാകാരിയും കൂടെയാണ് കേട്ടോ. നമുക്ക് എന്ത് പറയാനാണ്, നമുക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അല്ലേ? പാട്ട് പാടണം, ഡാൻസ് കളിക്കണം ഒക്കെ. പക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പം ഇതുപോലുള്ള ഒരു അവസരങ്ങൾ പ്രായം ഒന്നിനും ബാധകമല്ല. ഈ അമ്മയിലൂടെ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ വീണ്ടും പറഞ്ഞു പോവുകയാണ്, കുറ്റങ്ങളും കുറവുകളും ദയവ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ പറയാതിരിക്കുക. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അവരെന്നും പറയരുത്. അവരുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പൊ അടുത്ത പാട്ടിന് റെഡിയായി നിൽക്കുകയാണോ അമ്മേ? ഈ ചേപ്പിടിച്ചു തൂണി കെട്ടി തൂണും പിഴുതും കണ്ടാറ്റി ചാടി ആറ് കലക്കിയ രാമയെ പിടിച്ചു ആമേ ചൂടാന്തീഴമ്മേ എന്തിന് ചെറുക്കാതെറി പറയുന്നു തെറിയല്ലമ്മേ കളിയാണ് തെക്ക് വടക്ക കുഴിയും വെട്ടി കുടിക്കും വെട്ടി മൂക്കലം കൊണ്ട് പരിക്കലം വെട്ടി കുരങ്ങനെ കണ്ടാലറിയാം കൂട്ടൊക്കെ കളിക്കുമ്പോ മുമ്പ് കളിക്ക് ഈ ചയ പിടിച്ചു തൂണി കെട്ടി തൂണും പിഴുതും കണ്ടാട്ടി ചാടി പിടിച്ചു ആമേ ചൂടാന്തീയടമ്മേ എന്തിന് ചെറുക്കാതെറി പറയുന്നു തെറിയല്ലമ്മേ കളിയാണ് തെക്ക് വടക്ക കുഴിയും വെട്ടി കുഴിക്കാളി വടക്കും വെട്ടി നമ്മുടെ അമ്മയുടെ നമ്മുടെ കത്തിപ്പാറ ലീലാമ്മയുടെ ഡാൻസ് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ടല്ലേ? സത്യം പറഞ്ഞ അമ്മേ, ഞാൻ 3-4 സ്റ്റെപ്പ് ഇങ്ങനെ കട കൊടുക്കാണ് കേട്ടോ. നിങ്ങളുടെ ന്യൂ ജനറേഷൻ പിള്ളേർ പോലും ഇങ്ങനെ കളിക്കത്തില്ല കേട്ടോ. ഇത് പണ്ടത്തെ ആഹാരമാണ്. അപ്പൊ നമ്മുടെ അമ്മയുടെ പൂർവികര് പറഞ്ഞു കൊടുത്ത പാട്ടാണ് അമ്മ അല്ലെ? നാടൻ പാട്ടാണ്. നാടൻ പാട്ട് എന്റെ ചെറു പ്രായത്തുള്ള നാടൻ പാട്ട്. 10 വയസ്സിന് മുമ്പേ ഉള്ള പാട്ടല്ലേ? 10 വയസ്സിന് മുമ്പേ ഉള്ള നാടൻ പാട്ടാണ്. സൂപ്പർ പാട്ടാണ്. അർത്ഥവത്തായ വരികളാണ് കേട്ടോ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. കാരണം ആ പാട്ടിന് നല്ല അർത്ഥവത്തായ വരികളുണ്ട് അല്ലേ? നല്ല ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നല്ല വരികളാണ്, നല്ല അർത്ഥമുള്ള വരികളാണ്. അപ്പം ഇവിടെ കൊണ്ട് ഡാൻസ് അവസാനിക്കുന്നില്ല, നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത പുതിയ ഡാൻസ് പുതിയ കാര്യമായിട്ട് ഞങ്ങള് വരുന്നതായിരിക്കും അല്ലേ അമ്മേ? എന്നാ പിന്നെ ഒരു ടാറ്റ പറഞ്ഞമ്മേ. അപ്പൊ അമ്മയ്ക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ എന്ത് പറയാനാണ്, നമ്മള് പ്രായത്തെ ബഹുമാനിക്കുക. കമന്റ് ബോക്സിൽ പ്രിയ സുഹൃത്തുക്കൾ അമ്മയോട് സ്നേഹവാത്സല്യത്തോടു കൂടെ പറയണം കേട്ടോ. എന്നാ പിന്നെ ടാറ്റ ബൈ ബൈ.